അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാവം ഹാദിയ ബോധരഹിതയായി കിടക്കുകയാണ്. എന്നാൽ അനിയന് വല്ലാത്ത ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ജ്യേഷ്ഠനോട് കലിപ്പാണ് തോന്നിയത്. ഇക്ക, ഞാൻ ഞാൻ നിങ്ങളുടെ ഒരു അനിയനാണ്. പക്ഷേ ഹാദിയ എൻ്റെ ഇത്താത്തയെ പോലെയല്ല, മറിച്ച് എൻ്റെ പെങ്ങളെ പോലെയാണ് ഞാൻ കരുതിയത്. ഇത്താത്തക്ക് ചില പരിഭവങ്ങളുണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. വിവാഹത്തിന് മുമ്പേ അതും എനിക്കറിയാം. ഇത്താത്ത ഏത് രീതിയിലാണ് കാണുന്നതെന്ന്. ഒരിക്കൽ പോലും ഇത്താത്ത ആ പാതിരാത്രിയിൽ പുറത്തിറങ്ങി ഇരിക്കില്ല. ഒരു സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ ഒരിക്കൽ പോലും ഇക്ക അവരെ പരിഗണിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഇല്ലല്ലോ. എൻ്റെ മുഖത്ത് നോക്കി സത്യം പറയണം. നീ ഒന്ന് പോടാ. ആരാട് നീ എന്നെ ചോദ്യം ചെയ്യാൻ? പെട്ടെന്ന് അതാ മീര അങ്ങോട്ട് വരുന്നു. അതെ, നിങ്ങൾ വഴക്ക് കൂടണ്ട. എന്താ അനിയ ഇങ്ങനെ? അവൾ അതാ അവൻ്റെ അടുക്കൽ ചെന്ന് കൊഞ്ചിക്കുഴയുന്നു. ഒന്ന് പോടി അങ്ങോട്ട്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതെ, എന്താ അനിയ ഇത്രമാത്രം ദേഷ്യപ്പെടാന്? അത് അവരുടെ ഭാര്യയല്ലേ. ഭാര്യ? പിന്നെ നീ എന്തിനാ വന്നത്? ദേഷ്യത്തോടെ അവളോട് അവൻ പറഞ്ഞു. അതെ, അവളെ മേത്ത് കൈ വെക്കുക, അവളോട് സംസാരിക്കുക ചെയ്യരുത്. ഓ, അപ്പോൾ ഏട്ടന് എത്ര സെറ്റപ്പാ? അങ്ങനെ പലതും ഉണ്ടാവും, നീ അത് നോക്കേണ്ട ആവശ്യമില്ല. നീ എന്ത് വലിഞ്ഞു കയറിയേക്കും? ഇത് എൻ്റെ റിസോർട്ടാണ്. ഇവിടെ ഒരിക്കലും നിനക്ക് വരാൻ അനുവാദമില്ല. ഒരു നിമിഷം അനിയനോടുള്ള ആ ഒരു വാക്ക് അതവൻ്റെ മനസ്സിനെ വല്ലാതെ കീറി മുറിച്ചു. അതെ, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന അനിയൻ, ജ്യേഷ്ഠൻ ഇപ്പോൾ എന്നോട് പറയുന്ന കണ്ടില്ലേ? സഫീർ, ഇറങ്ങിപ്പോകണം ഇവിടെ നിന്ന്. ഒരിക്കലും നിനക്ക് ഇവിടെ സ്ഥാനമില്ല. ഇത് എൻ്റെ റിസോർട്ടാണ്. അഥവാ നീ എങ്ങാനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, അനധികൃതമായി കയറിക്കൂടി എന്നതിൻ്റെ പേരിൽ. മനസ്സിലായല്ലോ? അതെ, തൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണോ തന്നോട് ഈ സംസാരിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോയി. മനുഷ്യന് ഒരു ഒന്ന് പോടാ. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഏട്ടാ, ജീവിക്കാനൊക്കെ ഞാൻ സമ്മതിക്കും എല്ലാം. പക്ഷേ ഇത്താത്തിയോട് ചെയ്യുന്നൊരു ചതിയാണ് നിങ്ങൾ എന്തും മെഡിസിനാണ് അവർക്ക് കൊടുത്തത്. അതെനിക്കറിയണം, അതെനിക്ക് അറിഞ്ഞേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് അനിയനെ അതാ ശക്തമായി പുറത്താക്കി അവൻ ആ വാതിൽ ക്ലോസ് ചെയ്യുന്നു. ഏട്ടാ, ഇക്കാക്ക, നിങ്ങൾ ചതി ചെയ്യരുത്, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും ഫ്ലാറ്റിലേക്ക് വരില്ല, ഞാൻ പോയിക്കോളാം. അതെ, എനിക്ക് ഇവിടെ സ്ഥാനവുമില്ല. നിങ്ങളെൻ്റെ ജ്യേഷ്ഠൻ എന്നുള്ള ആ സ്ഥാനം പോലും എനിക്കിവിടെ നൽകുന്നില്ല. ശരിയാണ്, ഞാനിവിടെ വലിഞ്ഞു കയറി വന്നാണ്, ഞാൻ വരാൻ പാടില്ലായിരുന്നു. പക്ഷേ ഹാദി, അവൾ പൊറുക്കില്ല. ഇതൊരിക്കലും നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറ്റത്തരം. അത്രയും ദിവസം നിങ്ങളുടെ കൂടെ വീട്ടിൽ ജീവിച്ചിട്ടും ഒരിക്കൽ പോലും നിങ്ങൾ അവളെ പരിഗണിച്ചില്ല. അത് ഇപ്പോഴിവിടെ നിന്ന് എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി, അതെ അതും ബോധമില്ലാത്ത സമയത്ത് ഒരിക്കൽ പോലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നീ ഒന്ന് പോടാ, ഞാൻ ഇപ്പോൾ വിളിക്കും പോലീസിനെ. അതെ, പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റികളോട് വിവരം പറയുന്നു. അതെ, ഒരു ഭ്രാന്തനെന്ന് കയറി വന്നിക്കണ്, അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി പുറത്തേക്കാക്കൂ. പെട്ടെന്ന് സെക്യൂരിറ്റികൾ ഓടി വന്നപ്പോൾ ഇത് അനിയനല്ലേ? എന്നാൽ അവൻ പറഞ്ഞു, അല്ല, ഞാനൊരു ഭ്രാന്തനാണ്, ഒരിക്കൽ പോലും അനിയനല്ല. അനിയൻ എന്നെ മരിച്ചു കഴിഞ്ഞു, ഞാനൊരു ഭ്രാന്തൻ മാത്രം. അതെ, ശരിക്കും ഹാദിയ അവൾ ആ റൂമിൽ ബോധരഹിതയായി കിടക്കുകയാണ്. പുറത്ത് നടക്കുന്ന ഒന്നും അറിയുന്നില്ല. എന്നാൽ മീരയോട് പറഞ്ഞു, മീര, അവളെ ഒന്ന് പോയി നോക്ക്, ഉണർന്നിട്ടുണ്ടോയെന്ന്. അവൻ ഇത്രയും സമയം എൻ്റെ ടൈം കളഞ്ഞു. ഒരു നിമിഷം ഹാദിയയുടെ അരികിലേക്ക്, ഹാദി, ഹാദിയ, ഹാദി തൊട്ട് വിളിച്ചു. അവൾ ഉണരുന്നില്ല. ആ അതെ, ഇക്ക നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആ, ഉണർന്നിട്ടൊന്നുമില്ല. എന്നാൽ ഈ സമയം ഹാദിയ അതാ ആ ഒരു ശബ്ദം ചെറുതായി അവൾ കേൾക്കുന്നു. നല്ല ഉറക്കമാണ്, പക്ഷെ പുറത്ത് പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. അവൾക്ക് എഴുന്നേൽക്കുവാനോ ഒന്നും സംസാരിക്കുവാനോ കഴിയുന്നില്ല. പുറത്ത് പറയുന്നത് ശരിക്കും കേൾക്കുന്നുണ്ട്. അതെ, അവൾ ഏതോ മായാലോകത്ത് അകപ്പെട്ട പോലെയാണ്. എന്നാൽ പെട്ടെന്നതാ അവളുടെ അരികിലേക്ക് ജസീർ കടന്നു വന്നു. തൊട്ടടുത്തായിട്ട് അതാ മീരയുമുണ്ട്. തന്നെ ഉപദ്രവിക്കാൻ തൻ്റെ ഭർത്താവ് വരുന്നു എന്ന് കാണുമ്പോൾ അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ഇല്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. വല്ലാത്തൊരവസ്ഥ. എന്നെ ഉപദ്രവിക്കരുതേ, എന്നൊന്നും ചെയ്യരുതേ, ഞാൻ പാവമാണ്, എന്നെ ഉപദ്രവിക്കരുതേ, നിങ്ങൾ ദയവായി ഉപദ്രവിക്കരുതേ, അവൾ കരഞ്ഞു പറയുന്നു. എന്നാൽ അപ്പോഴേക്കും അവനതാ
അവളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. മീര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താന്നില്ലേ, സ്വന്തം ഭാര്യ അല്പമൊക്കെ വേണ്ടേ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? മീര, നീ ഇവിടെ നിൽക്ക് തൽക്കാലം. മീര, അല്ലെങ്കിലിപ്പോൾ ഈ ഒരു പെണ്ണിനോട് എനിക്ക് ഒന്നുമില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവളെ. അതെ, എനിക്കൊരു കുഞ്ഞ് വേണം, അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവളെ അങ്ങ് എടുത്തെറിയും ഞാൻ. അതാ എനിക്ക് വേണ്ടത്. എൻ്റെ ഉമ്മയോടുള്ള പകയാണ് ഇവളിലൂടെ ഞാൻ വീട്ടുന്നത്. അതാണ് വേണ്ടത്. ഒരു കുഞ്ഞാവട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു കൊടുക്കാം. എൻ്റെ ഉമ്മാക്ക് കൂടിയുള്ള ഒരു താക്കീതാണിത്. ആ പക അത് വീട്ടാനുള്ളതാണ്. ഇവളിലൂടെ ഞാനത് വീട്ടും. അങ്ങനെ തന്നെ വേണം ജസീർ. കുറച്ചൊക്കെ ആണുങ്ങളായാൽ ധൈര്യം കാണിക്കണം. അല്ലാതെ എല്ലാം മറന്നു പോകാമെന്ന് ഏത് തള്ളയോടും പറയാൻ പാടില്ല. അത് ആണത്തുമുള്ള ആൺകുട്ടികൾ കുറച്ചൊക്കെ വാശിയും പകയുമൊക്കെ വേണം. അങ്ങനെ തന്നെ. മീര അവൾക്ക് കഴിയുന്നത്ര അവൻ്റെ പേരിൽ മൂർച്ച കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹാദിയ അതെല്ലാം കേൾക്കുന്നു. അവൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഒരു നിമിഷം അവൾ ഷെഫി ഉസ്താദിനെ ഓർത്തു. ഉസ്താദേ, എന്നെ രക്ഷിക്കണേ ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ. ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ, എൻ്റെ മനസ്സിനുള്ളിൽ എന്തുണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് പറയാന്നുള്ളത്. പെട്ടെന്ന് അവൾക്ക് ഉസ്താദ് പഠിപ്പിച്ചു തന്ന ആ ഒരു ദുആ, ആ ഒരു ചരിത്രം അവൾക്ക് ഓർമ്മ വന്നു. അതെ, അർക്കാസുമ ബീവിയുടെ ആ ചരിത്രം. അതെ, ഒരുപാട് ശത്രുക്കൾ ആ ബീവിയുടെ പിന്നാലെ ഓടിയിരുന്നു. അതെ, സൗന്ദര്യത്തിൽ കുളിച്ച അവളെ കാണാൻ, അവളെ വശീകരിക്കാൻ, അവളെ സ്വന്തമാക്കാൻ അവിടെയുള്ള എല്ലാ ആളുകളും ആ ബീവിയുടെ പിന്നാലെ ഓടും. അള്ളാഹുവിനെ മാത്രം ഭയമുള്ള ആ പെണ്ണ്, അവൾ അതെ പേടിക്കുകയാണ്. കാരണം തൻ്റെ തൊട്ട് പിന്നാലെ ആളുകൾ തന്നെ ബലാത്സംഗം ചെയ്യാൻ ഓടിക്കിതച്ച് വരികയാണ്. റബ്ബേ, അല്ലാ, നീ എന്നെ കാത്തുരക്ഷിക്ക് റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് അർക്കാസുമ്മ ബീവി. അതെ, വളരെയധികം ശക്തിയുള്ള, അള്ളാഹു സുബ്ഹാനഹു ഒരുപാട് ശക്തിയാണ് അവർക്ക് നൽകിയിരുന്നത്. അത്രയധികം ആളുകൾ ഓടി വന്നിട്ടും ബീവിയുടെ പിന്നാലെ എത്താൻ കഴിയുന്നില്ല. ശക്തമായി ബീവി ഓടുകയാണ്. യാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ബീവി ഓടിപ്പോകുകയാണ്. പെട്ടെന്ന് ഭൂമി പിളരുകയാണ്. ബീവി അതിനുള്ളിലേക്ക് താഴുകയാണ്. എന്നാൽ അവനിൽ ഒരാൾക്ക് ആ ഒരു മുടി മാത്രം പിടുത്തം കിട്ടി. ബീവിയുടെ മുടി അവരുടെ കയ്യിൽ പോന്നു എന്നല്ലാതെ ബീവിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് എൻ്റെ ഉസ്താദ് പറഞ്ഞ ആ സ്റ്റോറി, ധീരയായ വനിത അറുക്കാസുമ്മയുടെ. ഒരു നിമിഷം അവൾ പടച്ച റബ്ബിനോട്, അല്ലാ, ഒന്നും കഴിയുന്നില്ല, ശബ്ദം കേൾക്കുന്നു, ഒന്നും ചെയ്യാനോ കൈകാലുകൾ അനക്കാനോ കഴിയുന്നില്ല, എല്ലാം കേൾക്കുന്നുണ്ട്. ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണമാണ് അവളതെല്ലാം ചിന്തിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു തന്ന അത് ധീരയായ പെണ്ണിൻ്റെ കഥ. അറുക്കാസുമ്മയുടെ പേരിൽ അവളൊരു ഫാത്തിഹ ഓതുകയാണ് മനസ്സുകൊണ്ട്. ചുണ്ടനക്കാൻ കഴിയുന്നില്ല, കൈകൾ അനക്കുവാൻ കഴിയുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. അർക്കാസുമ്മയുടെ ബീവിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുകയാണ് മനസ്സുകൊണ്ട്. അല്ലാ റഹ്മാനെ, അർക്കാസുമ്മ ബീവിക്ക് നീ നൽകിയ ധൈര്യം, ആ ഒരു ശക്തി എനിക്ക് നീ നൽകി റഹ്മാനെ. ബീവിയുടെ പേരിൽ ഒരു ഫാത്തിഹ അവൾ മനസ്സുകൊണ്ട് ഓതുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവൻ അവളിലേക്ക് അടുത്തു കഴിഞ്ഞു. നീ എന്താ കരുതിയത്? എനിക്ക് നിന്നെ കിട്ടില്ലാന്നോ? അതെ, ഒരിക്കൽ പോലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടുന്ന ചരിത്രമേ അല്ല. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കാത്ത നീയെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് ശക്തമായി അടുക്കുകയാണ്. എന്നാൽ ആ നിമിഷം തന്നെ അവന് എന്തൊരു വിറക്കൽ അനുഭവപ്പെടുന്നു. എന്താ ഇത്? ഇവളെടുത്തെത്തുമ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെ. എന്നാൽ മേരി അവിടെ തന്നെ, എന്താ ജസീർ, അങ്ങോട്ട് ചെല്ല്, എന്താന്നില്ല, അവൾ അഹങ്കാരം അങ്ങ് മാറ്റി കൊടുക്കണമല്ലോ. ഓഹോ, ഇത്രയ്ക്ക് അഹങ്കാരമോ? എന്നാൽ അവൻ വീണ്ടും അവളുടെ അരികിലേക്ക് അടുക്കുമ്പോൾ അവൻ അടുക്കാൻ പറ്റുന്നില്ല. അടുക്കാത്ത വിധം ഒരു ഷോക്കേൽക്കുന്ന പോലെ. എന്താ ഇത്? അവളെന്താ ഷോക്കടിച്ച് കിടക്കുകയാണോ? വെറും അഭിനയമാണ് ജസീർ, ചെല്ലങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൾ അവനെ വീണ്ടും വീണ്ടും മൂപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ ജസീർ, നീ ഒരു ആണാണോ? ആണത്തം എന്ന് പറഞ്ഞ സാധനമില്ലല്ലേ? ആണത്തമുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു ധൈര്യക്കുറവും ഉണ്ടാവില്ലേ? എന്താ ഇത്? അവൾ കളിയാക്കിക്കൊണ്ടിരുന്നു.
മേരി, അത് ഇവളെന്തൊരു ഷെയ്ത്താനാണെന്ന് തോന്നുന്നു. ഇവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെ. ഒന്ന് പോ ജസീറേ, ഇത്രയൊക്കെ അഭിനയം വേണോ? എന്നാൽ ഇതെല്ലാം അവൾ സ്വപ്നത്തിൽ എന്ന പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് തൻ്റെ ഭർത്താവ് തൻ്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്നെ തൊടാൻ പോലും കഴിയുന്നില്ല. ഒരു നിമിഷം അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പടച്ചോനെ, അർക്കാസമ്മ ബീവിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയപ്പോൾ റഹ്മാനെ നീ എനിക്ക് ശക്തി തന്നല്ലോ. അള്ളാഹുവേ, അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവൻ അവളുടെ അരികിലേക്ക് വീണ്ടും അടുക്കാൻ ശ്രമിച്ചു. അവനാകെ തളർന്നു പോവുകയായിരുന്നു. അവൻ്റെ കൈകാലുകൾ വിറക്കുന്നു. എന്നാൽ മേരി പറയുന്നു, ജസീർ, ഞാൻ വിചാരിച്ചിരുന്നു നീ ആൺകുട്ടിയാണെന്ന്. അവളുടെ അടുക്കലേക്ക് അടുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. എന്താ ജസീറെ നീ ഇങ്ങനെ? അല്പമെങ്കിലും ഒരു ധൈര്യം കാണിക്കേണ്ട. ഒരു പെണ്ണിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ വിറച്ച് പിന്മാറ്. അയ്യേ കഷ്ടം. എനിക്ക് നിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരെയും പോകുന്നത് നല്ലത്. വേറെ ആരുടെയും കൂടെ പോകുന്നത്. അത് മേരി, അനാവശ്യം പറയരുത്. ഓഹോ, ഇപ്പോൾ അവളെ കിട്ടാനായിട്ട് എന്നോടാണോ ദേഷ്യം? അതെ, ആണുങ്ങളായാലും അല്പമൊക്കെ ധൈര്യം ആണത്വം വേണം. അല്ലാത്തവരുടെ കൂടെ നിൽക്കാൻ എനിക്കും താല്പര്യമില്ല. അതെ, നീ ലക്ഷങ്ങൾ എണ്ണി വാങ്ങുന്നതാണ് എന്നോട്. അത് നീ മറക്കണ്ട. ഓ അങ്ങനെ. എന്നാലും നാണക്കേട് തോന്നുന്നു. എന്നാൽ ഈ സമയം അതാ വളരെയധികം വിതുമ്പി നിൽക്കുകയാണ്. അതെ, അനിയൻ സഫീർ. പഠിച്ചോനെ, എൻ്റെ ഇത്താത്താക്കൊന്നും സംഭവിക്കരുത്. അതെ, പാവമാണ്. അതെ, ഒരുപാട് എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്? അതെ, അവൻ ഹൃദയം പൊട്ടി ദുആ ചെയ്തിരുന്നു. എന്നാൽ എന്തെന്നറിയില്ല, എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം, അതെ, ഉസ്താദ് എന്ന ഉപദേശത്തിൻ്റെ ഫലമായിട്ട്. എന്തെന്നറിയില്ല. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഉസ്താദ്, ആഷി ഉസ്താദ് അതാ മെസ്സേജ് അയക്കുകയാണ് ഹാദിയക്ക്. ഹലോ ഹാദിയ മോളെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എന്താ നീ അന്ന് പറഞ്ഞിരുന്നല്ലോ എന്തോ പറയാനുണ്ടെന്ന്. ആ പിന്നെ എന്താ മോളുടെ പ്രശ്നം? ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട്. നല്ലൊരു ജീവിതം നിനക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേറെ പ്രതീക്ഷയോടെ കയറി വന്ന ദാമ്പത്യ ജീവിതം പെട്ടെന്ന് അത് ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് ആയി ചേരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഉസ്താദിൻ്റെ പ്രാർത്ഥനയുണ്ട് കൂടെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വല്ലാതെ ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നീ വീട്ടുകാരോട് വിവരം പറയണം. ഒരുപാട് സഹിച്ചു നിൽക്കണം എന്നല്ല, എന്തെങ്കിലും നിനക്ക് ശാരീരികപരമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണം. അഥവാ ഇനി പറയാൻ നിനക്ക് കഴിയുന്നില്ല, അവർ പരിഗണിക്കുന്നില്ല, ഒരു പക്ഷേ ശരിയാണ്, ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യണമെന്ന് വീട്ടുകാരോട് ചിലർ പറയുന്നത് പറ്റൂല. അഥവാ അവർക്ക് എന്തെങ്കിലും നിന്നോട് അങ്ങനെ പറയുക എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം നീ കേട്ടോ, മനസ്സിലായല്ലോ? എന്നാൽ ഹാദിയുടെ ഫോണിലേക്ക് വന്ന ആ ഒരു മെസ്സേജ്, പുറത്തിറങ്ങിയ അവളുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് ജസീർ കാണുന്നു. ഓ, 1-2 പ്രാവശ്യമല്ല മെസ്സേജ് വരുന്നത്. ആ ദ്രോഹിനെ കൊല്ലാണ് വേണ്ടത്, അല്ലാതെ എന്ത് ഷോക്കാണ് അവൾ ശരീരത്തിൽ ഏൽപ്പിച്ചു വെച്ചത്. എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. അവൻ പെട്ടെന്ന് ആ ഫോൺ ലോക്കാണോ? എന്ത് ചെയ്യാം? നേരെ അതാ ഫോൺ എടുത്തുകൊണ്ട് അവളുടെ കൈവിരൽ കൊണ്ടുപോയി ഫിംഗർ പ്രിൻ്റ് പ്രസ് ചെയ്യുന്നു. എന്താന്നില്ലേ? പെട്ടെന്നാണ് അതാ ഉസ്താദ് എന്നുള്ള ആ പേജിലെ മെസ്സേജ് കാണുന്നത്. മോളെ ഹാദിയ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. പിന്നെ എന്തുണ്ട് വീട്ടുകാരോട് പറയാം. എന്നിട്ട് അവരും പരിഗണിക്കുന്നില്ല എന്നെങ്കിൽ എന്നോട് പറയാം. എന്തേ? ഒരു നിമിഷം ആ ഒരു മെസ്സേജ് കണ്ട അവൻ ആ ഫോൺ എടുത്ത് ഒരൊറ്റ ഏറ്. അവളുടെ ഒരു ഉസ്താദും വെറുതെ അല്ല അവൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവളുടെ നേർക്ക് അതാ അവൻ ആയുധമെടുത്ത് പോകുന്നു. എന്നാൽ പെട്ടെന്ന് മേരി പറഞ്ഞു, അരുത് ജസീർ, വെറുതെ ജയിലിൽ പോകേണ്ട പണി, നിന്റെ എല്ലാം നഷ്ടപ്പെടും, വേണ്ടാത്തിന്ന് നിൽക്കണ്ട, അരുത്. എന്നാൽ അവളുടെ നേർക്ക് അതാ അവൻ ആയുധവുമായി ഇറങ്ങിച്ചെല്ലുന്നു. അതെ, എനിക്ക് കിട്ടാത്തവളെ ഒരാൾക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ പെട്ടെന്ന് അതാ ഹാദിയ ആ ഒരു ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അതെ, അവൾ വളരെയധികം ശക്തി പ്രാപിച്ചവളായി എഴുന്നേറ്റിരിക്കുന്ന ഒരു രംഗം.
അവളുടെ അരികിലേക്ക് അവൻ എത്തുമ്പോഴേക്കും അവനതാ ദൂരേക്ക് തെറിച്ചു വീഴുന്ന ആ ഒരു രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഛേ, എന്താ ഇത്? എന്നാൽ ആ നിമിഷം അവൾ ഉണർന്നു കഴിഞ്ഞു. "ആ, ഞാനെവിടെ? ഇതെവിടെ? ഞാൻ എന്താ ഹാദിയ ഇങ്ങനെ അന്ത്യം വിട്ട് നോക്കുന്നത്?" മേരി പറഞ്ഞു. "ഞാൻ ഇതെവിടെയാണ്? ഓഹ്, എനിക്ക് ഉറക്കം വരുന്നു." "ഇതുവരെ ഉറങ്ങിയിട്ട് മതിയായില്ലേ?" "ഇല്ല." "സഫീർ പോയോ?" ഒരു നിമിഷം അതെ അനിയനെ ചോദിച്ച ആ ഒരു വാക്ക് കേട്ട് അത് അവനക്ക് തീരെ പറ്റിയില്ല. "ആരാടി സഫീർ? നിന്നെ കെട്ടിയവനാണോ അതോ ഞാനാണ് നിന്റെ കെട്ടിയവൻ?" "ഓ, അത് ഞാൻ ചോദിച്ചെന്നു മാത്രം, അറിയാതെ." അതെ ഹാദിയ, ശരിക്കും. എന്നാൽ അവൻ വീണ്ടും അവളുടെ അരികിലേക്ക് എത്തുമ്പോൾ അവളെ ഉപദ്രവിക്കാനേ കഴിയുന്നില്ല. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ പഠിച്ചോനെ, എന്തൊക്കെ എനിക്ക് സംഭവിക്കുന്നു എനിക്ക് അറിയുന്നില്ലല്ലോ റബ്ബേ. ഒരു കൂടുതൽ ശക്തി ലഭിച്ച പോലെ അവൾക്ക് തോന്നുകയാണ്. അവൾ എഴുന്നേറ്റ് അതാ വാഷ്റൂമിൽ പോയി ഉള്ളൂഹ് ചെയ്ത് അതാ നമസ്കരിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. ഓഹോ, വലിയ നിസ്കാരക്കാരി. എന്നിട്ട് പല അവിഹിത ബന്ധങ്ങളും. എൻ്റെ അനിയനുമായും അവളുടെ ഏതൊരു ഉസ്താദുമായുമാണ് അവൾക്ക് ബന്ധം, അല്ലാതെ എന്നോടല്ല. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവനാകെ ശരിക്കും പെട്ട പോലെയായി. അവൻ ഇല്ല, അവളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അവളെ തുണ്ടമായി ഞാൻ പുഴയിലെറിയും. അതെ, അതെനിക്ക് ഉറപ്പാണ്. ഹാദിയെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു ജീവിതം തരാത്തെ, ഞാൻ ആഗ്രഹിച്ചത് അവളോട് ചോദിച്ചിട്ട് തന്നില്ല. അവൾക്ക് എൻ്റെ ഭാര്യയായി മാത്രം കഴിയണമത്രേ. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഒരു ഭാര്യയായിട്ട് അവളെ ഞാൻ കാണുന്നേയില്ല. അതെ, ഈ ഫ്ലാറ്റും അതും എന്തൊക്കെ തന്നെ വിൽക്കേണ്ടി വന്നാലും അവളെ ഞാൻ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് അത് ഞാൻ ജാമ്യത്തിനിറങ്ങും, അതുറപ്പാണ്. ശരിക്കും ഹാദിയോടുള്ള ദേഷ്യം അവനിൽ കത്തിജ്വലിക്കുകയാണ്. എൻ്റെ ഫോൺ എവിടെ? ഒരു നിമിഷം അവൾ ഫോൺ തിരഞ്ഞു. ആ ഫോണോ? ഫോണ് എവിടെ വെച്ചിരുന്നത്? അതെന്തോ കുരങ്ങനോ എന്തോ എടുത്തു കൊണ്ടുപോയി തോന്നുന്നു. ഇല്ല, ഞാൻ അവിടെ അപ്പുറത്ത് ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തു കൊണ്ടുവരുമോ? എന്നാൽ ആ ഫോൺ കിടക്കുന്ന രംഗം അതാകെ ചിന്ന ഭിന്നമായി കിടക്കുന്ന രംഗമാണ് കണ്ടത്. അവൻ തന്നെ വാങ്ങിയ ഏറ്റവും വിലപിടിപ്പുള്ള ഐഫോൺ ആയിരുന്നു അത്. അവൻ തന്നെ കൊടുത്തത്. അത് അവൻ തന്നെ എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. ഞാൻ കൊടുത്ത വിലപിടിപ്പുള്ള പലതും അത് അവളിൽ നിന്നിങ്ങോട്ട് എടുക്കണം. അതെ, ലക്ഷക്കണക്കിന് രൂപയുള്ള ഡയമണ്ട് നെക്ലേസ് അതുകൂടി എനിക്ക് കണ്ടെത്തണം. അത് അവൾ അണിയുന്നില്ല, അവിടെ വെച്ചിട്ടുണ്ട്. അത് മേരി, നിനക്കുള്ളതാണ് അതൊക്കെ. ഇനി നിനക്കുള്ളതായിരിക്കും അതൊക്കെ. നോക്കിക്കോ. അവൾക്കല്ല, അവൾ ദുഷ്ടയാണ്, ദുഷ്ട. അവൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് അവനിൽ ദേഷ്യം അതാ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാതെ അവൻ ജസീർ നിലത്ത് ആഞ്ഞു ചവിട്ടി. അതെ, ഒറ്റൊന്നിനെ വെറുതെ വിടില്ല. എല്ലാത്തിനും എൻ്റെ അനിയനടക്കം ഞാനങ്ങ് കത്തിക്കും. അവൻ്റെ മനസ്സിലെ ദേഷ്യം നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരുന്നു. എന്നാൽ ഹാദിയക്ക് കിട്ടിയ ആ ഒരു അത്ഭുത ശക്തി, അതെ, ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ എന്തൊക്കെയോ സംഭവിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഒരു നിമിഷം അവൾ ഓർത്തു, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു തന്ന അറുക്കാസമ്മ ബീവിയുടെ പേരിലുള്ള ഫാത്തിഹ, അതിന് ഇത്രയധികം ഫലമുണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലാ. ഇപ്പോൾ ഞാനത് അനുഭവിച്ചു. റഹ്മാനെ, മഹദിയുടെ പേരിൽ വീണ്ടും ഒരു ഫാത്തിഹ കൂടി അവർ നിസ്കാരം കഴിഞ്ഞ് ഓതി. രക്ഷപ്പെടണം, രക്ഷപ്പെട്ടേ മതിയാവൂ ഇവിടെ നിന്ന്. പക്ഷെ എൻ്റെ വീട്ടുകാർ പരിഗണിക്കില്ല. ആ ഫോൺ നോക്കിയപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അതാ തകർന്നടിഞ്ഞു കിടക്കുന്ന തൻ്റെ ഫോൺ. അല്ലാ പഠിച്ചോനെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തത്? അവൾ വിതുമ്പിക്കരഞ്ഞു. എങ്കിലും അവൾ ആശ്വസിച്ചു. റബ്ബേ, എൻ്റെ ശരീരത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.